Hi. ഞാൻ കുറച്ച് നാൾ ഇൻസ്റ്റയിൽ അധികം ആക്റ്റീവ് ആയിരുന്നല്ലോ. The reason is that I've been down with chicken pox. So I thought I will take a informative video on that one. ഞാൻ ആ സമയത്ത് എന്തൊക്കെയാണ് കഴിച്ചത്, ഞാൻ ആ സമയത്ത് എന്തൊക്കെ അവോയ്ഡ് ചെയ്തു, ആൻഡ് ഇതൊക്കെ എന്തിനാ ഇവിടെ വന്ന് പറയണേ, അല്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. യു ക്യാൻ ജസ്റ്റ് സ്കിപ്പ് ദ വീഡിയോ അങ്ങനെയുള്ളവർക്ക്. ആൻഡ് പിന്നെ ഇതൊക്കെ കഴിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഐ വിൽ ഗിവ് എ വെരി ഗുഡ് എക്സാമ്പിൾ. നിങ്ങളുടെ കൈ ഒന്ന് മുറിഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ കൈ ഒന്ന് പൊള്ളി, ആൻഡ് ആ മുറിവ് വെച്ചിട്ട് യു കീപ്പ് ഓൺ ഡൂയിങ് ഓൾ ദ തിങ്സ്. നിങ്ങൾ പാത്രം കഴുകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ആ മുറിവ് ഉണങ്ങും എപ്പോൾ? ഒരു സമയത്തിന് ശേഷം അത് ഉണങ്ങുമായിരിക്കും അല്ലേ? അതേ സമയത്ത് നിങ്ങൾ ആ മുറിവ് നിന്ന് മരുന്ന് വെച്ച് കെട്ടി അല്ലെങ്കിൽ അത് പ്ലാസ്റ്റർ ഒട്ടിച്ചു, അപ്പോൾ അത് എത്ര പെട്ടെന്നാണ് ഹീലാവുന്നത് അല്ലേ? ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നമ്മൾ അതിപ്പോൾ മനസ്സിലെ മുറിവാണെങ്കിലും കയ്യിലെ മുറിവാണെങ്കിലും ദ സെയിം തിങ്. നിങ്ങളാണ് വിചാരിക്കുന്നത് ആ മുറിവ് എപ്പോൾ ഹീലാവണം എന്നുള്ളത്. അത് നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. പിന്നെ എനിക്കിതധികം വേഴ്സ് ആയിട്ട് വന്നൊന്നുമില്ലായിരുന്നു. ആൻഡ് ആസ് യു ക്യാൻ സേ ദിസ് ഇസ് ഓൺലി വിസിബിൾ പിമ്പിൾ ദാറ്റ് ഐ ഹാവ് ഇൻ മൈ ഫേസ്. നാട്ടിലെ പോലെ ഇവിടെ എന്തെങ്കിലും ഇത് വന്നതിന് ശേഷം മെഡിക്കേഷൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഐ എം കറൻ്റ്ലി ഇൻ ദി UK. ബട്ട് ഐ ടുക്ക് ദി വാക്സിൻ. ഞാനിത് വരുന്നതിന് മുന്നേ പോയി വാക്സിൻ എടുത്തിരുന്നു. ആൻഡ് എനിക്കൊരു ഡോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ഡോസ് എടുക്കുന്നതിന് മുന്നെയാണ് എനിക്കിത് കിട്ടിയത്. സോ ഐ ടുക്ക് ദി വാക്സിൻ ഫ്രം എ പ്രൈവറ്റ് ക്ലിനിക്. പിന്നെ ഞാൻ ഈ അവോയ്ഡ് ചെയ്ത ഫുഡും അല്ലെങ്കിൽ ഞാൻ കഴിച്ച ഫുഡൊന്നും എനിക്ക് ഒരു ഡോക്ടറും പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചോദിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കഴിച്ചതും അവോയ്ഡ് ചെയ്തതൊക്കെ. ആൻഡ് എന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കിത് പിമ്പിൾസ് വരുന്നത് എനിക്ക് വെനസ്ഡേ ആയിരുന്നു. എനിക്കൊരു ട്യൂസ്ഡേ അല്ലെങ്കിൽ ഒരു മൺഡേ ഒക്കെ ആയപ്പോൾ തന്നെ അത് ഓൾമോസ്റ്റ് ഇങ്ങനെ കരിഞ്ഞ് തുടങ്ങിയിരുന്നു. സോ ഞാൻ എന്തൊക്കെ അവോയ്ഡ് ചെയ്തു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഐ കംപ്ലീറ്റ്ലി അവോയ്ഡഡ് സോൾട്ട്, ഷുഗർ ആൻഡ് ഓയിൽ. ഞാനത് കൺസ്യൂം ചെയ്തിട്ടേ ഇല്ല. ഞാൻ ഇന്നലെയാണ് കുറച്ചൊരു ഉപ്പെങ്കിലും ഇടാൻ തുടങ്ങിയത് ഫുഡിൽ. ആൻഡ് പിന്നെ ഗാർലിക്, അവോയ്ഡഡ് ഗാർലിക്. പിന്നെ സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിരുന്നു. ലൈക്ക് ലെമൺ, പൈനാപ്പിൾ, ഓറഞ്ചസ്. പിന്നെ ഒരു മസാലാസും ഒരു ഫുഡിലും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് എൻ്റെ സ്റ്റോറീസൊക്കെ വ്യൂ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം ഞാൻ എന്താണ് കഴിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് അതിൽ വിസിബിൾ ആയിരുന്നു അല്ലേ? കടലയൊക്കെ വെറുതെ പുഴുങ്ങി കഴിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സോ ലൈക്ക് ഐ അവോയ്ഡഡ് ഓൾ ദി മസാല.